ആലപ്പുഴ വേമ്പനാട് കായൽ പുനരുജ്ജീവനം മൂന്നാം ഘട്ടത്തിലേക്ക് ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ നേതൃത്വത്തിൽ കായൽ നവീകരണം നടക്കുന്നു. 4200-ലധികം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് വേമ്പനാട്ട് കായലിൽ ഉള്ളതെന്നാണ് പഠന റിപ്പോർട്ട്. ഇത് നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് നവീകരണം നടക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ കായൽ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമമെന്നും അതിന് കഴിയുമെന്നും ജില്ലാ കളക്ടർ പറയുന്നു. 2002 റാംസാർ സൈറ്റായി പ്രഖ്യാപിച്ചിട്ടുള്ള ആലപ്പുഴ വേമ്പനാട് കായൽ ഇപ്പോൾ അപകടകരമായ നിലയിൽ മാലിന്യ ഭീഷണിയിലാണ്. ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന പഠന റിപ്പോർട്ടുകളിലാണ് ഇത് സൂചിപ്പിക്കുന്നത്. കൂടാതെ വ്യാപകമായ രീതിയിൽ കായൽ കയ്യേറിയതായിട്ടും റിപ്പോർട്ടിൽ പറയുന്നു. 230 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് വേമ്പനാട് കായൽ വ്യാപിച്ചു കിടക്കുന്നത്. കയ്യേറ്റത്തിൻ്റെ ഭാഗമായി 1917 290.85 ചതുരശ്ര കിലോമീറ്ററിൽ നിന്നും 1990 213 ചതുരശ്ര കിലോമീറ്ററിൽ ജലവ്യാപനം കുറഞ്ഞു. ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ വേമ്പനാട് കായലിൻ്റെ കയ്യേറ്റം പുറത്തു വന്ന സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടം ഇടപെട്ട് വേമ്പനാട് പുനരുജ്ജീവന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് ജില്ലയിലെ 21 പഞ്ചായത്തുകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പുനരുജ്ജീവനം ആരംഭിച്ചത്. വരും വർഷങ്ങളിൽ നമ്മളൊരു ഈ പ്രോജക്റ്റ് റിപ്പോർട്ട് ഗവൺമെൻറ് സബ്മിറ്റ് ചെയ്യും. അതിൻ്റെ ഭാവി പരിപാടികൾ ഒരു 5 ഇയർ പ്രോഗ്രാമായിട്ട് നമ്മൾ എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തടാക സംരക്ഷണം അടിയന്തരമായി നടപ്പിലാക്കണമെന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായി 8 സബ് കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം അടിഞ്ഞുകൂടിയതിനാൽ കായലിൻ്റെ ആവാസ വ്യവസ്ഥയും ഇത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. മധ്യ കേരളത്തിലെ 6 പ്രധാന നദികളായ അച്ചൻകോവിൽ, മണിമല, മീനച്ചിൽ, മൂവാറ്റുപുഴ, പമ്പ, പെരിയാർ എന്നിവയുൾപ്പെടെ 10 നദികളാണ് ഈ തടാകത്തിൽ ഒഴുകിയെത്തുന്നത്. വേമ്പനാട് കായലിനെ സംരക്ഷിച്ചില്ലെങ്കിൽ അത് കായൽ ടൂറിസത്തെ മാത്രമല്ല കേരളത്തിൻ്റെ നെല്ലറയെന്ന് വിശേഷിപ്പിക്കുന്ന കുട്ടനാടൻ കാർഷിക മേഖലയെ വരെ പ്രതികൂലമായി ബാധിക്കും. ക്യാമറാമാൻ രാജേഷ് പുളിങ്ങിനൊപ്പം ഷാജഹാൻ.